രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനുള്ള ഒരുക്കത്തിലാണ് കോൺഗ്രസ്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി കോൺഗ്രസിന്റെ അവശേഷിക്കുന്ന 37 സീറ്റുകളിലെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. എംപിമാർ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം നിലനിൽക്കുകയാണ്. കണ്ണൂർ, പത്തനംതിട്ട ജില്ലകളിലെ സ്ഥാനാർത്ഥി നിർണയം ഇത് കാരണം മുടങ്ങിയ പശ്ചാത്തലം കൂടിയുണ്ട്. ഇതിനിടയിൽ കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസ് സീറ്റ് ഉറപ്പിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. കാരണം മുഹമ്മദ് ഷിയാസിന്റെ പോസ്റ്ററുകൾ പതിപ്പിച്ചുള്ള പ്രവർത്തകരുടെ ആവേശമാണ് ഇതുമായി ബന്ധപ്പെട്ട ചില സ്ഥിരീകരണങ്ങൾ നൽകുന്നത്. പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും തമ്മിൽ പല വിഷയത്തിലും ഇപ്പോഴും അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതേസമയം സുധാകരൻ വൈകുന്നേരത്തോടുകൂടി വാർത്താ സമ്മേളനം നടത്തുമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അദ്ദേഹത്തെ അനുനയിപ്പിക്കാനും ശ്രമമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഇതൊക്കെയാണ്. ഇപ്പോൾ KPCC പ്രസിഡന്റ് ചുമതല ഒരുപക്ഷെ ബെന്നി ബെഹ്നാനിലേക്ക് മാറിയേക്കാം എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കും. ഡാന് 37 സീറ്റുകളാണ് ഇനിയുള്ളത്. അതും പ്രധാനമാണ്. തർക്കങ്ങൾ പരിഹരിക്കണം. എന്താണ് ഏറ്റവും പുതിയ വിവരം? തർക്കങ്ങൾ നിലനിൽക്കുന്ന 37 സീറ്റുകളിലെ സ്ഥാനാർത്ഥികൾ ആരാകുമെന്ന കാര്യത്തിൽ ഇന്ന് വൈകുന്നേരത്തോടെ അന്തിമ ചിത്രം വ്യക്തമാകുമെന്നാണ് വിവരം. രാവിലെ 11:30 CEC യോഗം ചേരുന്നുണ്ട് ഡൽഹിയിൽ. അതിനുശേഷമായിരിക്കും ഈ പട്ടികയ്ക്ക് അംഗീകാരം നൽകുക. കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിൽ ഇപ്പോൾ ഒരു വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നത് MPമാരെ മത്സരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നേതൃത്വത്തിനിടയിൽ തന്നെ ഉണ്ടായിരിക്കുന്ന രണ്ട് അഭിപ്രായങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 15ാം നിയമസഭയിൽ ഈഴവ സമുദായത്തിന്റെ പ്രതിനിധിയായി യുഡിഎഫിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട നേതാവ് തൃപ്പൂണിത്തറയിൽ നിന്നുള്ള K ബാബു ആയിരുന്നു. അദ്ദേഹം മുൻപ് എക്സൈസ് മന്ത്രിയൊക്കെയായിരുന്നു. പക്ഷേ അദ്ദേഹം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ 26% വരുന്ന ഈഴവ സമുദായത്തിന്റെ പ്രതിനിധിയായി ആര് നിയമസഭയിലേക്ക് എത്തും, ആർക്ക് ആ ഒരു കുറവ് നികത്താനാവും, വിടവ് നികത്താനാകുമെന്നതാണ് കോൺഗ്രസ് ക്യാമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട ആശയക്കുഴപ്പം. കാരണം സാമുദായിക സമവാക്യങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ടാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഈ 55 പേരുടെയും പുറത്തു വന്നിരിക്കുന്നത്. ശേഷിക്കുന്നവയും അങ്ങനെ തന്നെ പുറത്തിറക്കണമെന്നാണ് നേതൃത്വത്തിന്റെ താല്പര്യം. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ MPമാർക്ക് മത്സരിക്കാൻ ഇളവ് അനുവദിച്ചാൽ, അതായത് കണ്ണൂരിൽ K സുധാകരനും കോന്നിയിൽ അടൂർ പ്രകാശനും ഇളവ് അനുവദിച്ചാൽ അതിലൂടെ ഈഴവ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിന് ഒപ്പം ഈഴവ സമുദായത്തിന്റെ പിന്തുണ കൂടി ഉറപ്പാക്കാനാകുമെന്ന വിലയിരുത്തലാണ് ഒരു വിഭാഗം നേതാക്കൾ. മാത്രവുമല്ല, നിലവിൽ ക്രൈസ്തവ സമുദായത്തിന്റെയും ഇസ്ലാം സമുദായത്തിന്റെയും ഒക്കെ കൃത്യമായ ഒരു പിന്തുണ ഒരു പരിധിവരെ ഉറപ്പാക്കാൻ കോൺഗ്രസിനായിട്ടുണ്ട്. അതോടൊപ്പം ഭൂരിപക്ഷ സമുദായമായ ഏതാണ്ട് 26% വരുന്ന സമുദായമായ ഈഴവ സമുദായത്തിന്റെ കൂടെ പിന്തുണ ഉറപ്പാക്കാനായാൽ അത് ജയസാധ്യതകളുടെ ആക്കം കൂട്ടും. അതായത് കൃത്യമായ ഒരു ഭൂരിപക്ഷത്തോടെ UDFനെ അധികാരത്തിലേക്ക് എത്തിക്കാനത് സഹായകരമാകുമെന്നാണ് ഒരു പക്ഷത്തിന്റെ വിലയിരുത്തൽ. പക്ഷേ മറുവിഭാഗം ബാധിക്കുന്നത് ഈ നെക്ക് ടു നെക്ക് ഫൈറ്റിലാണ് ആറ്റിങ്ങൽ ചുവപ്പ് കോട്ടയായിരുന്ന ആറ്റിങ്ങൽ അടൂർ പ്രകാശ് പിടിച്ചെടുക്കുന്നത്. അങ്ങനെ അടൂർ പ്രകാശ് നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ആറ്റിങ്ങലിൽ പകരം ആരെ സ്ഥാനാർത്ഥിയാക്കും? ആറ്റിങ്ങൽ മണ്ഡലം നിലനിർത്താനാവുമോ? സമാനമായ തരത്തിൽ മൃഗീയ ഭൂരിപക്ഷത്തിൽ കണ്ണൂരിൽ K സുധാകരന്റെ വ്യക്തിപ്രഭാവം കൂടി കാരണമാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ വിജയം ഉറപ്പാക്കാനായത്. അവിടെ സുധാകരൻ നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചാൽ സുധാകരന് പകരക്കാരനായി ആരെ കണ്ണൂരിൽ നിയോഗിക്കും? ഈ വലിയൊരു ആശയക്കുഴപ്പം പാർട്ടി വൃത്തങ്ങളിലുണ്ട്. അതിനിടയിലാണ് KPCC അധ്യക്ഷന്റെ മുഴുവൻ ചുമതല കൃത്യമായി ഒരു മുതിർന്ന നേതാവിന് കൈമാറണമെന്ന നിർദ്ദേശം AK ആന്റണിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അദ്ദേഹം രാഹുൽ ഗാന്ധിയുമായി ഇതുമായി ബന്ധപ്പെട്ട ചില ആശയവിനിമയം നടത്തിയിരുന്നു. KPCC തെരഞ്ഞെടുപ്പ് സമയത്ത് നാഥനില്ല കളരിയാകാൻ പാടില്ല എന്ന നിർദ്ദേശമാണ് AK ആന്റണി മുമ്പോട്ട് വെച്ചത്. അതുകൊണ്ടാണ് അവിടേക്ക് രണ്ട് പേരുകൾ പ്രധാനമായി ചർച്ചയിൽ വന്നത്. അതിലൊന്ന് ബെന്നി ബെഹ്നാനാണ്, മറ്റൊന്ന് കൊടിക്കുന്നിൽ സുരേഷാണ്. ബെന്നി ബെഹ്നാനിലൂടെ ക്രൈസ്തവ സമുദായത്തിന്റെ ഒരു പിന്തുണ ഉറപ്പാക്കാനാകുമെന്ന് നേതൃത്വത്തിന് വിലയിരുത്തലുണ്ട്. അതേസമയം കൊടിക്കുന്നിൽ സുരേഷാണ് എങ്കിൽ ദളിത് വിഭാഗങ്ങളുടെ, അതായത് കോൺഗ്രസുമായി ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുന്ന ദളിത് വിഭാഗങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാൻ കൊടിക്കുന്നിൽ സുരേഷിനെ KPCC അധ്യക്ഷന്റെ ചുമതല നൽകിയാൽ അതിലൂടെ കഴിയുമെന്ന വിലയിരുത്തൽ നേതൃത്വത്തിനുണ്ട്. നമുക്കറിയാം, സണ്ണി കക്കാടിന്റെ അടക്കം ചില പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യം, അതിനെയൊക്കെ മറികടക്കാൻ ഒരു ദളിത് വിഭാഗത്തിന്റെ പ്രാതിനിധ്യമായി കൊടിക്കുന്നിൽ സുരേഷിനെ KPCC അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവന്നാൽ അതിന് സാധിക്കുമെന്ന വിലയിരുത്തലാണ് നേതൃത്വമുള്ളത്. എന്തായാലും 11:30 ചേരുന്ന യോഗത്തിന് ശേഷം ഇക്കാര്യത്തിൽ അന്തിമ ചിത്രം തെളിയും. ശരി, ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവച്ചു. ഇതിനിടെ K സുധാകരനെ സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടെ കണ്ണൂരിൽ പരസ്യമായി അണികൾ തെരുവിലിറങ്ങി സുധാകരനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പന്തം കൊളുത്തി പ്രകടനം നടന്നത്. അങ്ങേ കായിക അഭിവാദ്യങ്ങൾ
തിരുവനന്തപുരത്ത് 3 സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനായത്. ശേഷിക്കുന്ന സീറ്റുകളിൽ പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്നാണ് സൂചന. അരുവിക്കരയിൽ VS ശിവകുമാർ, നെടുമങ്ങാട് മീനാങ്കൽ കുമാർ, വാമനപുരത്ത് പാലോട് രവി, നെയ്യാറ്റിൻകരയിൽ N ശക്തൻ, പാറശാലയിൽ നെയ്യാറ്റിൻകര സനൽ എന്നിവർക്കാണ് സാധ്യത. ഡാന്, ഇതിലേക്കൊക്കെ ഒറ്റപ്പേരുകളിലേക്ക് എത്തുക എന്നുള്ളത് ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ എളുപ്പമാണോ? തർക്കങ്ങൾ തുടരുന്നുണ്ട്. പക്ഷേ സാധ്യതകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതനുസരിച്ച് തർക്കങ്ങൾക്കൊടുവിൽ അരുവിക്കരയിൽ തിരുവനന്തപുരത്തെ മുൻ MLA ആയ VS ശിവകുമാറിനെ കോൺഗ്രസ് പരീക്ഷിക്കുകയാണ്. ആ മണ്ഡലം G സ്റ്റീഫനിൽ നിന്ന് തിരിച്ചുപിടിക്കാൻ അദ്ദേഹത്തിന് കഴിയും, VS ശിവകുമാറിന് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അരുവിക്കരയിൽ ശിവകുമാറിന്റെ പേരിന് മുൻതൂക്കം ലഭിച്ചിരിക്കുന്നത് എന്നാണ് വിവരം. അതോടൊപ്പം ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന നെയ്യാറ്റിൻകരയിൽ DCC അധ്യക്ഷൻ കൂടിയായ N ശക്തനെ രംഗത്തിറക്കിയേക്കും. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. വാമനപുരത്ത് മുൻ DCC അധ്യക്ഷൻ കൂടിയായ പാലോട് രവിയുടെ പേരിനാണ് മുൻതൂക്കം. നെടുമങ്ങാട് ഇടതുപാളയത്തിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തിയ UDF-ലേക്ക് എത്തിയ മീനാങ്കൽ കുമാറിനെ ഒരു പരീക്ഷണത്തിന്റെ ഭാഗമായി നെടുമങ്ങാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള UDF-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ പിന്തുണ മീനാങ്കൽ കുമാറിനുണ്ട്. അങ്ങനെയാണ് മീനാങ്കൽ കുമാറിന്റെ പേരിന് അവിടെ സാധ്യത വർദ്ധിച്ചത്. പാറശാലയിൽ KC വേണുഗോപാലിന്റെ വിശ്വസ്തനായ നെയ്യാറ്റിൻകര സനലിന്റെ പേരിനാണ് മുൻതൂക്കം. അദ്ദേഹം തിരുവനന്തപുരത്തെ മുൻ DCC അധ്യക്ഷൻ കൂടിയാണ്. പാറശാലയിൽ നെയ്യാറ്റിൻകര സനൽ ഒരുപക്ഷെ സ്ഥാനാർത്ഥിയായേക്കുമെന്നാണ് വിവരം. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം നേമ നിയോജക മണ്ഡലമാണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും മന്ത്രി V ശിവൻകുട്ടിയും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന നേമത്ത് കോൺഗ്രസ് ഒരു കരുത്തനായ സ്ഥാനാർത്ഥി ഇറക്കണമെന്ന കാര്യം നേതൃത്വം ആദ്യഘട്ടം മുതൽ തന്നെ ആവശ്യപ്പെടുന്നതാണ്. പല പേരുകൾ ചർച്ചയിൽ വന്നു. ഒടുവിൽ ആ പേരുകളിൽ ഏറ്റവും മുൻതൂക്കം ലഭിച്ചിരിക്കുന്നത് KS ശബരിനാഥിന് തന്നെയാണ് എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അന്തിമ ചിത്രം വ്യക്തമായിട്ടില്ല. 11:30-ക്ക് CEC യോഗം ഒരിക്കൽ കൂടി ചേർന്നതിന് ശേഷം മാത്രമേ ഈ പട്ടികയ്ക്ക് അംഗീകാരം നൽകുകയുള്ളൂ. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ നേമത്ത് ശബരിനാഥിന്റെ പേരിന് മുൻതൂക്കം ഉണ്ട് എന്ന വിവരമാണ് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്നത്. തീർച്ചയായും.